മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് 2025. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്നേ ദിവസത്തെ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെമ്പാടുമായി വിദ്യാർത്ഥികൾ എല്ലാവരും നീറ്റ് എക്സാം എഴുതുന്ന ദിവസമാണെന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഗേറ്റിന് മുമ്പിലാണ്. കൃത്യം 11:45 ആയപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം തന്നെയും കൃത്യമായി വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വിദ്യാർത്ഥികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ഈ പാലാ സെൻറ് തോമസ് കോളേജിന് മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരുപാട് അവരുടെയൊക്കെ പ്രതീക്ഷയുടെ ദിവസമാണ് മെയ് 4-ാം തീയതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏകദേശം 500 നഗരങ്ങളിലായി 5453 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് നീറ്റ് പരീക്ഷ നടത്തപ്പെടുന്നത്. ഈ വർഷം ഏകദേശം 22.7 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ നിർണായക പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടാത്ത വിധം രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എക്സാം ഹാളിന് മുന്നിൽ അണിനിരക്കുന്നു. ഓരോ വിദ്യാർത്ഥികളെയും NTA നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾക്ക് ശേഷമാണ് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. സമയക്രമീകരണങ്ങളെല്ലാം മുൻകൂട്ടിൽ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി നിർവഹിക്കാൻ NTA നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുമുണ്ട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ഇന്നറിയാൻ പോകുന്നതിന്റെ ആകാംക്ഷ അവിടെ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മുഖത്ത് കാണാം. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും സംബന്ധിച്ചിടത്തോളം മെയ് 4 എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ദിവസമാണ്. നീറ്റ് എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടുകൂടി എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യം 11:45 തന്നെ വിദ്യാർത്ഥികൾ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചു. ആത്മവിശ്വാസത്തോടെ, കുറച്ച് ചൂടൊക്കെ ഉണ്ട്, മാതാപിതാക്കളൊക്കെ എങ്കിലും ഒരുപാട് പ്രതീക്ഷയോടുകൂടി വിദ്യാർത്ഥികളെ യാത്രയാക്കിയിരിക്കുകയാണ്. നമ്മളിപ്പം ഒരു പേരന്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ? എൻ്റെ മോൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബെർലിനിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് ഞങ്ങൾക്ക് ബെർലിനിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. അതിന് പ്രകാരം ഞങ്ങളുടെ അയർക്കുന്നതാണ് താമസിക്കുന്നത്, അടുത്ത് തന്നെയാണ്. 11 മണിയായപ്പോൾ ഞങ്ങൾ വന്നു. കറക്റ്റ് 12 o'clock ആയപ്പോൾ കയറാമെന്നുള്ള താല്പര്യത്തോടെ അകത്തേക്ക് പോയിട്ടുണ്ട്. കയ്യിൽ നല്ല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കയ്യിലെടുത്തിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന എക്സാം നടത്തുന്നവരാണെങ്കിൽ തന്നെയും ഇവിടെ 2 ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ അവർ വ്യക്തമായിട്ട് ആൾക്കാർ നിർത്തി ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, അവിടെയല്ല ഇവിടെയാണെന്നുള്ളത്. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു 2 ഫോട്ടോ വേണമെന്ന്. അപ്പോൾ ഒരു സംശയം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി നോക്കിയപ്പോൾ പേഴ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് നല്ലൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടി. നന്നായിട്ട് വരുന്നു. കുട്ടികൾക്കകത്ത് കയറിയൊരു ടെൻഷനുണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. മീറ്റിംഗ് ആണ്. അതെ, ഇനിയിപ്പം നോക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും പേരന്റ് പറഞ്ഞത് സങ്കീർണതകളൊന്നും തന്നെ ഇല്ലാതെ വിദ്യാർത്ഥികളെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നിറവേറ്റുന്നു എന്നുള്ള തരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾ പോലെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന എക്സാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം വളരെ ഭംഗിയോടുകൂടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. താങ്ക് യു സർ. അപ്പോൾ ഇന്ത്യ എമ്പാടും ഇന്ന് ഏറെ പ്രതീക്ഷയോടുകൂടി നീറ്റ് 2025 നോക്കി കാണുകയാണ്. ഇന്നാണ് മെയ് 4 എക്സാം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേരന്റ് ആണ് അല്ലേ? അതെ, ഒരു പേരന്റ് ആണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ജില്ലയിൽ സാർ വളരെ കൃത്യമായി ഇപ്പൊ സാറിന്റെ മോൾ എക്സാം എഴുതുന്നത് അൽഫോൺസ കോളേജിലാണ്. അതെ. പിന്നെ ഇവിടെ പരിശോധനയും മറ്റൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഒപ്പം വളരെ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സെന്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ. ഓക്കെ, എല്ലാ രക്ഷിതാക്കളും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ അപ്രോച്ചിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. മോള് പഠിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ASMS വെള്ളിയഞ്ചേരിയാണ്, മേലാറ്റൂർ സബിലാണ് വരുന്നത്. മോൾ എവിടെയാണ് എൻട്രൻസ് പരിശീലിച്ചത്? എൻട്രൻസ് ഇവിടെ പാലാ ബ്രില്യൻസ് കോളേജിലാണ്. അപ്പോൾ കഴിഞ്ഞ ജൂണിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ പരീക്ഷ സെന്ററും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, അപ്പോൾ മലപ്പുറത്തേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയും ക്ഷീണം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കുട്ടിക്ക് ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പരീക്ഷ എഴുതിയത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 വരെയാണ് പരീക്ഷ നടക്കുന്നത്. സുഗമമായ പരീക്ഷാ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലും വിവിധ ജില്ലകളിലായി നിരവധി പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പരീക്ഷ ശാന്തമായി പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഈ വർഷവും എല്ലാ സൗകര്യങ്ങളും അധികൃതർ ഉറപ്പാക്കിയിട്ടുണ്ട്.
ഈ പരീക്ഷയുടെ ഫലം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നാണ്. പുതിയ പ്രതീക്ഷകളോടെ എക്സാം ഹാളിൽ നിന്നും ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുകയാണ് മാതാപിതാക്കളും ബ്രില്യൻ ഫാമിലിയും. Brilliant Study Center, India's #1 coaching center for NEET and JEE.